ശശി തരൂർ എംപിയുടെ പിഎയിൽ നിന്നും സ്വർണം പിടികൂടിയ സംഭവത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തിന്റെ പേരിൽ കാലങ്ങളായി വിവാദം സൃഷ്ടിച്ച കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ നൽകുന്നത് യുക്തിരഹിതമായ മറുപടി. UDF കൺവീനർ MM ഹസനും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രകോപിതനാക്കുകയും ചെയ്തു. ശശി തരൂർ എംപിയുടെ പാസ് ഉപയോഗിച്ച് സ്വർണം കടത്തുന്നതിനിടെയാണ് പേഴ്സണൽ അസിസ്റ്റന്റായ ശിവകുമാർ പ്രസാദ് പിടിയിലായത്. ഇയാൾ മുമ്പും വിദേശത്തുനിന്ന് സ്വർണം കടത്തിയെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. ഗുരുതരമായ ഈ വിഷയത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ് ശശി തരൂരും കോൺഗ്രസും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തെ വലിയ വിവാദമാക്കിയ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത് യുക്തിരഹിതമായ മറുപടിയാണ്. ശശി തരൂരിന്റെ സ്റ്റാഫിൽ നിന്ന് നേരിട്ടാണ് സ്വർണം പിടികൂടിയത്. എന്നിട്ടും സംഭവത്തെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. നമ്മുടെ ആരുടെയും ഒരു PA തെറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണ്? ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനൊരു ബന്ധവുമില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുമെന്ന കാര്യത്തിലും അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതീവ ഗൗരവകരമായ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രകോപിതനായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. മന്ത്രിയുടെ ആഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി. ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷിന് എംബസിയിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ അല്ലല്ല അവർക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ, മുഖ്യമന്ത്രി ശശി തരൂരിന്റെ മുൻ PA അയാൾ രണ്ടും കൂടെ യോജിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യമുണ്ടല്ലോ, അതിനു മുമ്പിൽ തലകുനിക്കാൻ മാത്രമേ സാധിക്കൂ. സ്വർണം പിടികൂടിയ സംഭവത്തിൽ കോൺഗ്രസിനും മാധ്യമങ്ങൾക്കുമെതിരായ ശക്തമായ വിമർശനവുമായി CPM രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾ പോലും സ്വർണ്ണക്കടത്തിൽ പ്രതിചേർക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.